ഹലോ, നമ്മളെ ഇന്നത്തെ വീഡിയോ ഒരു ബാത്ത് ടബും അതിനോട് അനുബന്ധിച്ച് ഒരു ക്ലോസറ്റ്, അതിൻ്റെ ലഡ്ജ് വാള് കാര്യങ്ങളുമായിട്ട് ഒരു ചെറിയ ബാത്റൂമിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആ റൂമിന് കണക്കാക്കിയിട്ടുള്ള ഒരു ഡബ്ബ്, സ്പേസ് ഒന്നുമില്ല, കറക്റ്റ് ഡബ്ബ് വെച്ചാൽ ആ ചുമര് കറക്റ്റ് മുട്ടി നിൽക്കും. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അക്വാമാക്സിൻ്റെ ഡൈവേർട്ടറാണ്. അപ്പോൾ അതിന് ഒരു ഹാൻഡ് ഷവറും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പൗട്ട് നേരെ വന്നിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് സ്പൗട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡൈവേർട്ടറൊക്കെ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ രീതിയിലാണ്. പിന്നെ മുകളിലൊരു ഷവറും. അത്രയാണ് ഇപ്പോൾ നമ്മളെ ബാത്ത് ടബിൻ്റെത്. പിന്നെ നേരെ വന്നിട്ട് ഒരു ഗ്രോഹേൻ്റെ ഒരു കൺസീൽഡ് ടാങ്കും ഒരു ജാഗ്വറിൻ്റെ ഒരു ക്ലോസറ്റ്, പിന്നെ ഒരു ടാപ്പ്, അതുപോലെ തന്നെ ഗ്രോ ബാർ, നമുക്ക് ഒരു കുറച്ച് പ്രായമൊക്കെ ആയ ആളുകളുണ്ടെങ്കിൽ പിടിച്ച് നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഗ്രോ ബാർ. വലിയ ടൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 3-4 സ്ക്രൂവിൽ ടൈറ്റ് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ നമ്മളിവിടെ പാർട്ടീഷൻ, ഒരു സ്കേർട്ടൻ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട് നമ്മൾ കുളിക്കുന്ന ഭാഗത്ത്. പിന്നെ ഇതൊക്കെ ക്ലയൻറ്റിൻ്റെ ഐഡിയക്ക് അനുസരിച്ച് ക്ലയൻറ്റ് മേടിച്ചാണ് ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ സ്പൗട്ട്. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഇത് ട്രയൽ റണ്ണിന് വെള്ളം നിറച്ച് നോക്കുകയാണ്. അപ്പോൾ ബാത്റൂം അത്യാവശ്യം ഒരു സ്പേസ് ഉണ്ട്, എന്നാൽ വലിയ ലക്ഷറി ആയിട്ടുള്ള സ്പേസ് അല്ല, എന്നാലും വലിയ ടൈലൊക്കെ ആയതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ലക്ഷറി ഫീല് ഉണ്ട്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമ്മൾ പല പല ഭാഗത്തായിട്ട് കയറ്റാത്തത് കൊണ്ട് ഒരു സൈഡിൽ കംപ്ലീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റിയത് കൊണ്ട് ആ ഒരു ഫീല് ഇതിൽ കാണാനുണ്ട്. പിന്നെ ടൈൽസും തന്നെ അത്യാവശ്യം വലിയ ടൈലാണ്, ഗ്ലോസി ടൈലാണ് വരുന്നത്. 3 ഓപ്ഷനാണ്. അക്വാമാക്സിൻ്റെ ഡൈവേർട്ടറാണ്. അപ്പോൾ ഹാൻഡ് ഷവറിൽ വന്നിട്ട് നമ്മൾ അഡീഷണൽ ഒരു ആംഗിൾ കോക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹാൻഡ് ഷവറിൽ ഒരു 9 ഇഞ്ച് ഷവറാണ് ഇത് വരുന്നത്. പിന്നെ ഇതിനിപ്പോൾ പ്രഷർ പമ്പൊന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ചെറിയ പ്രഷറാണ് ഇപ്പോൾ വരുന്നത്. പ്രഷർ പമ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആ പ്രഷർ പമ്പും കൂടി ഫിറ്റ് ചെയ്താലേ അതിൻ്റേതായിട്ടുള്ളൊരു ഫോഴ്സ് ഇപ്പോൾ ഈ ടെലിഫോൺ ഷവറിലൊക്കെ വരുള്ളൂ. അപ്പോൾ പമ്പും കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലൊരു ഫൈനൽ വീഡിയോയും കൂടി നമുക്കൊന്ന് കാണാം, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള സ്പൗട്ടും ഷവറൊക്കെ. അപ്പോൾ ഇതൊരു ട്രയൽ റണ്ണാണ്. നമ്മളിപ്പോൾ വർക്ക് കഴിഞ്ഞ പാട് ഒന്ന് ട്രയൽ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തന്നുള്ളൂ. ആ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മളെ ഡ്രൈന് വെള്ളം ഔട്ട് ചെയ്യുന്ന ഒരു ബട്ടണാണ്, ആ ഫ്രണ്ടിൽ കാണുന്ന ആ സ്റ്റീലിൻ്റെ ടൈപ്പ്. പിന്നെ ഏകദേശം ലഡ്ജ് വാളിൻ്റെ മേലെ ഗ്രാനൈറ്റ് വെട്ടിയിട്ടുണ്ട്, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഗ്രാനൈറ്റാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.